Hi all, welcome to Know Your Chemistry. So today we are going to discuss about the important MCQs based on the protein chemistry topic. So the first question is, name the basic amino acids. So basic amino acids ഏതൊക്കെയാണ്? Mainly strong basic ആയിട്ടുള്ള amino acids. The answer is arginine and lysine. So ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ക്ലാസിഫിക്കേഷനിൽ പഠിച്ചതാണ്. Second question is, thioether bond is present in which amino acid? Thioether, okay, that is methionine. Then third question is amino acid with hydrophobic side chain. So hydrophobic side chain ഉള്ള amino acids ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Valine, leucine and isoleucine. The fourth question is example for amino acid. So only one amino acid, that is proline. Next question is, phenol group is present in which amino acid? So നമ്മൾ aromatic amino acids പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രൂപ്പുള്ള amino acids നമ്മൾ പറഞ്ഞു. Phenol group is present in which amino acid? Tyrosine. Then the sixth question is example for purely ketogenic amino acid. So നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു purely ketogenic, glucogenic, both glucogenic and ketogenic. So typical example ഒന്നേ ഉള്ളൂ purely ketogenic in example lysine. So the answer is lysine. Next question is amino acid having maximum buffering capacity at physiological pH. Okay, so നമ്മൾ buffering capacity എല്ലാം പറഞ്ഞത് ഐസോഇലക്ട്രിക് പി എച്ചിൻ്റെ കേസിലാണ്. സോ ഫിസിയോളജിക്കൽ പി എച്ച് ആയ 7.4 പി എച്ചിൽ മാക്സിമം ബഫറിംഗ് കപ്പാസിറ്റി ഉള്ള അമിനോ ആസിഡ് ഏതാണ്? ഹിസ്റ്റഡീൻ. സോ ഹിസ്റ്റഡീൻ ആണ് നമ്മുടെ ഹീമോഗ്ലോബിനെല്ലാം ബെസ്റ്റ് ബഫറായിട്ട് അത് എക്സിബിറ്റ് ചെയ്യാൻ കാരണം ഹിസ്റ്റഡീൻ റെസിഡ്യൂസ് ഉള്ളതുകൊണ്ടാണ്. നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗ്വാനഡിനിയം ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് ഇൻ വിച്ച് അമിനോ ആസിഡ്? സോ ഗ്വാനഡിനിയം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏത് അമിനോ ആസിഡാണ്? ഞാൻ പറഞ്ഞു ഗ്വാനിഡിയം, ആർജിനിൻ. ഓക്കെ, സോ ദ ആർജിനിൻ ഈസ് ദ അമിനോ ആസിഡ് വിച്ച് കണ്ടെയ്ൻ ഗ്വാനഡിനിയം ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്പെഷ്യൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ഹിസ്റ്റഡിൻ. സോ ഹിസ്റ്റഡിൻ എന്ന അമിനോ ആസിഡിൻ്റെയും സ്പെഷ്യൽ ഫീച്ചർ നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ഹിസ്റ്റഡിൻ? വിച്ച് ഈസ് എ ഗ്രൂപ്പ്? The answer is imidazole. Okay, so next question is optically inactive amino acid. Okay, so what do you mean by optically inactive, or what do you mean by optically inactive? So നമ്മൾ optical isomers എന്നെല്ലാം കേട്ടിട്ടുണ്ട്. സോ ഒരു optical activity exhibit ചെയ്യണമെങ്കിൽ it should possess a asymmetric carbon atom. So asymmetric carbon ഉള്ള compounds മാത്രമാണ് optical property കാണിക്കുന്നത്. Okay, so then what do you mean by optically asymmetric carbon? Asymmetric carbon എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ 4 valencies ഉണ്ട്. സോ 4 valencies are satisfied by different groups. എങ്കിൽ മാത്രമേ we can say that it is optically active or it is asymmetric എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, സോ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അമിനോ ആസിഡിന് അതിൻ്റെ കാർബൺ, അതിലുള്ള കാർബൺ ഇറ്റ് ഷുഡ് നോട്ട് സാറ്റിസ്ഫൈ 4 കാർബൺസും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സാറ്റിസ്ഫൈ ചെയ്യരുത്. സോ ചെയ്യാത്ത അങ്ങനെയുള്ള അമിനോ ആസിഡ്സ് നമ്മൾ എന്താ പറയുക, എസിമെട്രിക് കാർബൺ ഇല്ല. സോ എസിമെട്രിക് കാർബൺ ഇല്ലാത്ത അമിനോ ആസിഡ്സാണ് നമ്മൾ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുക. സോ ഏതായിരിക്കും ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്? സോ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ബിക്കോസ് ഗ്ലൈസിൻ. സോ അതിൻ്റെ സ്ട്രക്ചർ തന്നെ അറിയാം, അതിൻ്റെ കാർബൺ that is 4 valencies are not satisfied by different groups. Okay, so asymmetric carbon is absent, so glycine is said to be the optically inactive amino acid. Clear? Next question is amide of glutamic acid. So glutamic acid in the form ചെയ്യുന്ന amide ഏതാണ്? Glutamine. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, aspartic acid in the form ചെയ്യുന്ന amide ഏതാണ്? Asparagine. Okay, so here the answer is glutamine. Next question is example for heterocyclic amino acids. So heterocyclic നമ്മൾ ക്ലാസിഫിക്കേഷനിൽ കണ്ടതാണ്. heterocyclic എന്ന് പറയുമ്പോൾ സൈക്ലിക് സ്ട്രക്ചർ വരുന്ന അമിനോ ആസിഡ്സ് ആണ്. ഇതൊക്കെയാണ് ഹിസ്റ്റഡിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. സോ ട്രിപ്റ്റോഫാനുള്ള ഗ്രൂപ്പ് ഏതാണ്? ഇൻഡോൾ ഗ്രൂപ്പ്. ഹിസ്റ്റഡിനുള്ള ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഇമിഡസോൾ. ഓക്കെ, ദ സെയിം ക്വസ്റ്റ്യൻ, ഇൻഡോൾ ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ വിച്ച് അമിനോ ആസിഡ്? ട്രിപ്റ്റോഫാൻ. ഓക്കെ, then the phosphorylation takes place on which amino acid? ഓക്കെ, അതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഫോസ്ഫോറിലേഷൻ മെയിനായി നടക്കുന്നത് എവിടെയായിരിക്കും? ഏതൊക്കെ അമിനോ ആസിഡ്സിലാണ്? സെറിൻ ആൻഡ് ട്രയോണിൻ. ദ ആൻസർ ഈസ് സെറിൻ ആൻഡ് ട്രയോണിൻ, മെയിൻലി ദ ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ്. Then
Pseudopeptide. Example for pseudopeptide. So what do you mean by pseudopeptide? So ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. എനിവേ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് 2 അമിനോ ആസിഡ്സിനിടയ്ക്കാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി എങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക? പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് 2 അമിനോ ആസിഡ്സിനെ കണക്ട് ചെയ്യുന്നതാണ്. സോ എങ്ങനെയായിരിക്കും? സോ എനിവേ ആൽഫ അമിനോ ഗ്രൂപ്പ് ഓഫ് അതായത് ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും വേറൊരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നോർമലി പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് ആൽഫ അമിനോ ഗ്രൂപ്പ് ഓഫ് 1 അമിനോ ആസിഡ് കമ്പൈൻസ് വിത്ത് ആൽഫ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് അനദർ അമിനോ ആസിഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഒരു അമിനോ ആസിഡിൻ്റെ ആൽഫ അമിനോ ഗ്രൂപ്പും അനദർ അമിനോ ആസിഡിൻ്റെ ആൽഫ കാർബോക്സിൽ ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് പറയുമ്പോൾ CONH ബ്രിഡ്ജ് അല്ലെങ്കിൽ ലിങ്കേജ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ നോർമൽ പെപ്റ്റൈഡ് ഫോർമേഷൻ. Here the question is pseudopeptide formation. So what do you mean by pseudopeptide? So ആ പേര് തന്നെയുണ്ട് pseudopeptide. So exact peptide അല്ല. Okay, so the pseudopeptide peptide bond is formed by the കാർബോക്സിൽ ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആൽഫ കാർബോക്സിൽ ഗ്രൂപ്പും ആൽഫ അമിനോ ഗ്രൂപ്പും ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സിൻ്റെ. സോ സ്യൂഡോപെപ്റ്റൈഡിൻ്റെ കേസിൽ carboxyl group is involving, but the carboxyl group involved is not alpha carbon. Okay, so ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ഈസ് നോട്ട് ആൽഫ കാർബൺ. സോ ദാറ്റ് ഈസ് എ സ്യൂഡോപെപ്റ്റൈഡ്. സോ സ്യൂഡോപെപ്റ്റൈഡിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ. ഓക്കെ, സോ ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഗാമ ഗ്ലൂട്ടാമൈൽ സിസ്റ്റിനൈൽ ഗ്ലൈസിൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, glutathione or gamma glutamyl cysteine glycine. Okay, next isoelectric pH of albumin in human. So human albumin ന്റെ isoelectric pH ആണ്. So isoelectric pH ന്റെ ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ നെറ്റ് ചാർജ് 0 ആയിരിക്കും, ചാർജ് ക്യാൻസൽ ചെയ്യും ഒരു പർട്ടിക്കുലർ പി എച്ചിലെത്തുമ്പോൾ. ഓക്കെ, അതിൽ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് പറഞ്ഞു, ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് പറഞ്ഞു. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് isoelectric pH ഓഫ് albumin in human. The answer is 4.7. Next question is examples for scleroprotein. So scleroproteins are for support, of course. So supporting നമ്മുടെ അല്ലെങ്കിൽ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ കൊളാജൻ ആണ്. കൊളാജൻ നമ്മുടെ ബോൺസ് ടെൻഡൻസിലെല്ലാം, കെരാറ്റിൻ നമ്മുടെ നെയിൽ ഹെയറിലെല്ലാം ഉള്ള പ്രോട്ടീൻസ് ആണ്. ദെൻ ഐസോഇലക്ട്രിക് pH ഓഫ് കെസീൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഐസോഇലക്ട്രിക് പോയിന്റ് ഓഫ് ഏതായിരുന്നു? ഹ്യൂമൻ ആൽബുമിൻ്റെ. ഇവിടെ കെസീൻ്റെ ഐസോഇലക്ട്രിക് pH ഈസ് ആൻസർ ഈസ് 4.6. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് പ്രോ ഇൻസുലിൻ കണ്ടെയ്ൻ. ഓക്കെ, സോ പ്രോ ഇൻസുലിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ഇൻസുലിൻ്റെ ഒരു ഇനാക്റ്റീവ് ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പ്രോ ഇൻസുലിൻ. സോ പ്രോ ഇൻസുലിൻ ഫസ്റ്റ് ഫോം ചെയ്യുന്നു, അതിൽ നിന്ന് സി പെപ്റ്റൈഡ് റിലീസ് ചെയ്യുന്നു, എന്നിട്ടാണ് 2 ചെയിനായിട്ട് വരുന്നത് അക്കോർഡിംഗ് ടു സാങ്കർ സ്ട്രക്ചർ. സോ പ്രോ ഇൻസുലിൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. സോ അതുപോലെ തന്നെ അവിടെ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടാവും? 86 അമിനോ ആസിഡ്സ് ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ വിത്ത് 86 അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോട്ടീൻസ് ഹാവിങ് ക്വാട്ടർണറി സ്ട്രക്ചർ. സോ ക്വാട്ടർണറി സ്ട്രക്ചറുള്ള പ്രോട്ടീൻസിന് എക്സാമ്പിൾ. സോ ക്വാട്ടർണറി സ്ട്രക്ചർ പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ്ലി ഒരു ഫങ്ഷണൽ പ്രോട്ടീൻ ആവുന്നതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് എക്സാമ്പിൾസ് പറഞ്ഞത് ഏതൊക്കെയാണ്? ഹീമോഗ്ലോബിൻ ആൻഡ് ഇമ്യൂണോഗ്ലോബുലിൻസ്, ഫങ്ഷണൽ പ്രോട്ടീൻസ്. എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ. സോ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷണൽ റിച്ച് പ്രോട്ടീൻ എന്ന് പറഞ്ഞു. സോ ഓൾ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് റിക്വയർഡ് പ്രൊപ്പോർഷനിലുള്ള പ്രോട്ടീനാണ് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ റിച്ച് പ്രോട്ടീൻ എന്ന് നമ്മൾ പറഞ്ഞു. സോ അതിന് എക്സാമ്പിൾ ഏതാണ് നമ്മൾ കണ്ടത്? മിൽക്ക് പ്രോട്ടീൻ, കെസീൻ. സോ ദ ആൻസർ ഈസ് കെസീൻ. The next question is albumin is precipitated by. So നമ്മൾ precipitation reactionsൽ പറഞ്ഞു, ആൽബുമിൻ്റെ precipitation പറഞ്ഞു, ഗ്ലോബുലിൻ്റെ precipitation പറഞ്ഞു. So precipitation എന്ന പ്രോസസ്സ് പറഞ്ഞാൽ any factor which neutralizes the charge or removes the water of hydration, അതാണ് that leads to precipitation. So നമ്മൾ ആൽബുമിൻ്റെയും ഗ്ലോബുലിൻ്റെയും കേസിൽ നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്ന പ്രോസസ്സാണ്, അതായത് മെയിനായിട്ടും ന്യൂട്രൽ സാൾട്ട്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന ന്യൂട്രൽ സാൾട്ട്സ് ഏതാണ് നമ്മൾ പറഞ്ഞത്? അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയം സൾഫേറ്റ് ആണ്. സോ നമ്മൾ അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പോയിന്റ് പറഞ്ഞാൽ ജനറലി
മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ള, അത് ഹയർ ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് എ പ്രോട്ടീൻ ദ സോൾട്ട് റിക്വയർഡ് ഫോർ precipitation വിൽ ബി ലെസ്. ഓക്കെ, സോ ഹയർ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻസിന് വളരെ കുറച്ച് സോൾട്ട് മതി ഫോർ ദ precipitation. ഓക്കെ, നമുക്കറിയാം മോളിക്കുലർ വെയിറ്റ് ഓഫ് ആൽബുമിൻ 69,000. സോ ഒരു ഹൈ മോളിക്കുലർ വെയിറ്റ് ആണ്, സോ വളരെ കുറച്ച് സോൾട്ട് മതി. സോ ആൽബുമിൻ ഈസ് precipitate ബൈ ഫുൾ സാച്ചുറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രീഷണലി പുവർ പ്രോട്ടീൻസ്. സോ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷണൽ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ന്യൂട്രീഷണൽ റിച്ച് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്, പിന്നെ ന്യൂട്രീഷണലി പുവർ പ്രോട്ടീൻസ് പറഞ്ഞു. സോ ബിക്കോസ് അതിന് വലിയ മീൻസ് നമ്മുടെ ബോഡിയിൽ ഒരു യൂസും ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാത്ത പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ 1 or more എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഡെഫിഷ്യൻ്റ് ആയ പ്രോട്ടീൻസ് ആണ് ന്യൂട്രീഷണലി പുവർ പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞു സെയിൻ എന്ന പ്രോട്ടീൻ ഫ്രം കോൺ ദാറ്റ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ട്രിപ്റ്റോഫാൻ ആൻഡ് ലൈസിൻ, 2 അമിനോ ആസിഡ്സ്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, സോ കോൺ പ്രോട്ടീൻ ആയ സെയിൻ ദാറ്റ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ട്രിപ്റ്റോഫാൻ ആൻഡ് ലൈസിൻ. ദെൻ പൾസസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ വിച്ച് അമിനോ ആസിഡ്? അത് ഒരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പൾസസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ മെത്യോണൈൻ. സോ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് PM, ദാറ്റ് ഈസ് PM എന്ന് പറയുമ്പോൾ P ഇല്ലാത്തത്. ഓക്കെ, സോ പൾസസിലില്ലാത്തത് മെത്യോണൈൻ. ഓക്കെ, നെക്സ്റ്റ് സീരിയൽസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ വിച്ച് അമിനോ ആസിഡ്? ലൈസിൻ. ഓക്കെ, ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ അമിനോ ആസിഡ്സ് വിച്ച് കനോട്ട് ബി ട്രാൻസാമിനേറ്റഡ്. സോ ട്രാൻസാമിനേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. സോ വിച്ച് കനോട്ട് ബി ട്രാൻസാമിനേഷൻ ഇൻവോൾവ് അല്ലെങ്കിൽ ട്രാൻസാമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? സോ ഇത് ഞാൻ പറഞ്ഞതാണ് PLT എന്നൊരു കോഡെല്ലാം. സോ പ്രോലിൻ, ലൈസിൻ ആൻഡ് ട്രയോണൈൻ. ഓക്കെ, then glutamate is oxidatively deaminated too. So deamination ആണ്, oxidative deamination ആണ്. So there is a enzyme എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനിൽ ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന എൻസൈം ആണ്. സോ അമിനോ ഗ്രൂപ്പ് ഈസ് റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് അമോണിയ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ നിങ്ങൾ ആ വീഡിയോസ് കാണുക. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് ഈസ് ഓക്സിഡേറ്റീവ്ലി ഡിയാമിനേറ്റഡ് ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ്. ഇത് മെയിൻലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾ ദി ടിഷ്യൂസിൽ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ലിവർ. ദെൻ ALT ഈസ് എലിവേറ്റഡ് ഇൻ. ALT പറഞ്ഞാൽ അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ്. അമിനോ ട്രാൻസ്ഫറേസ് എൻസൈംസ് ആണ്. അതിൽ ഒന്നാണ് ALT, അനദർ വൺ ഈസ് AST. ALT ഈസ് എലിവേറ്റഡ് ഇൻ ലിവർ. സോ ALT ഇൻ ലിവർ ഡിസീസസിലാണ് മെയിനായിട്ടും അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ് എലിവേറ്റ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ആൽക്കലോയിഡൽ ഏജൻറ്റ്സ്. സോ നമ്മൾ പ്രസിപ്പിറ്റേഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണുക. സോ പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ആൽക്കലോയിഡൽ ഏജൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ് TCA ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, PTA ഫോസ്ഫോ ടങ്സ്റ്റിക് ആസിഡ്, SSA സൾഫോ സാലിസിലിക് ആസിഡ്, പിക്രിക് ആസിഡ്. സോ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ആൽക്കലോയിഡൽ ഏജൻറ്റ്സ്. ദെൻ എക്സാമ്പിൾ ഫോർ റിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ. ഓക്കെ, സോ നമ്മൾ ഡീനാച്ചുറേഷൻ പറഞ്ഞു. സോ റിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡീനേച്ചേർഡ് പ്രോട്ടീൻസ് നമ്മൾ സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇറ്റ് വിൽ ഗെറ്റ് റീനേച്ചേർഡ്. അതായത് നമ്മൾ ഏത് ഫിസിക്കൽ ഏജൻ്റ് ആണോ ഡീനാച്ചുറേഷൻ കോസ് ചെയ്തത്, ആ ഫിസിക്കൽ ഏജൻറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതാണ് റിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. സോ അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു എൻസൈമാണ്. ദ ആൻസർ ഈസ് റൈബോന്യൂക്ലിയേസ്. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോപ്രോട്ടീൻസ്. സോ ന്യൂക്ലിയോപ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് അറ്റാച്ച്ഡ് ടു ന്യൂക്ലിക് ആസിഡ്സ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോൺസ്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. സോ ഇത്രയാണ് ഈ എന്താ പറയുക പ്രോട്ടീൻ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് MCQs. സോ ബാക്കിയുള്ളത് ഞാൻ പിന്നീട് എൻ്റെ കൂടെ തന്നെ MCQs ഇടും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഈ MCQസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ് ഞാൻ എടുത്തതാണ്. സോ ആ വീഡിയോസ് എല്ലാം കാണുക. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.